29-ാമത്തെ ലെസണാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. 29-ാമത്തെ ലെസൺ എന്ന് പറയുമ്പോൾ നെഹമ്യാവിൻ്റെ പുസ്തകമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. അതിൻ്റെ താളുകളിൽ കൂടി നമ്മൾ 1 മണിക്കൂറിൽ താഴെയുള്ളതായ സമയത്ത് പ്രധാനപ്പെട്ടതായ എല്ലാ വിഷയങ്ങളിൽ കൂടെ കടന്നു പോകുന്നതായ ഒരു പാഠമാണല്ലോ ഇത്. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ എസ്രായുടെ പുസ്തകം നമ്മൾ പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പഠിക്കുകയുണ്ടായി ഇസ്രായേലിൻ്റെ ചരിത്രം, അഥവാ ഇസ്രായേൽ ദൈവത്തിൽ നിന്നും പിന്മാറിപ്പോയപ്പോൾ അവരെ ബാബേലിലേക്ക് 3 ഘട്ടങ്ങളിലായിട്ട് പിടിച്ചുകൊണ്ടുപോയി എങ്കിൽ ഇപ്പോൾ ഇതാ 3 ഘട്ടങ്ങളിലായിട്ടാണ് അവരുടെ തിരിച്ചു വരവും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് സെരുബാബേൽ എന്നായ ഒരു കഴിവുള്ളതായ ഒരു ഭരണാധികാരിയുടെ കീഴിലാണ് ആദ്യം ഈ ജനങ്ങൾ ആദ്യത്തെ ഘട്ടത്തിൽ കടന്നു വരുന്നത്. അതിനുശേഷമായിട്ട് രണ്ടാമത് യസ്ര പുരോഹിതൻ്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ യസ്ര ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ യെരുശലേമിലേക്ക് മടങ്ങി വരുന്നു. മൂന്നാമതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കുന്ന നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആൾക്കാർ യെരുശലേമിലേക്ക് കടന്നു വരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഈ സെരുബാബേലും യസ്രായും ഈ അവിടെയുള്ളതായ ദേവാലയം, യെരുശലേം ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കുന്നതിനുള്ളതായ ശ്രമത്തിൽ അവർ വർക്ക് ചെയ്യുമ്പോൾ, എന്നാൽ നെഹമ്യാവ് മൂന്നാമതായിട്ട് കടന്നു വരുന്ന ഇതിൻ്റെ പ്രത്യേകമായ ഉദ്ദേശം എന്ന് പറയുന്നത് യെരുശലേം പട്ടണത്തിൻ്റെ ചുറ്റുമുള്ളതായ ഇടിഞ്ഞു കിടക്കുന്നതായ മതിൽ, തീ വെച്ച് ചുട്ടുകിടക്കുന്നതായ മതിൽ പുതുക്കി പണിയുക എന്നുള്ളതായ ഉദ്ദേശത്തോടുകൂടിയാണ് ഈ നെഹമ്യാവ് ഇവിടേക്ക് കടന്നു വരുന്നത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ നെഹമ്യാവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ യസ്രായുടെ സമകാലികനായിട്ട് പേർഷ്യൻ രാജധാനിയിൽ ഒരു പാനപാത്രവാഹകനായിട്ട് വിശ്വസ്ത സേവനം അനുഷ്ഠിച്ചിരുന്നതായ ഒരാളായിരുന്നു എന്ന് നമ്മൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുവാനായിട്ട് സാധിക്കും. പാനപാത്രവാഹകൻ എന്ന് പറയുമ്പോൾ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ളതായ ആൾക്കാരെ മാത്രമേ രാജാവ് പാനപാത്രവാഹകന്മാരായിട്ട് അന്ന് നിയമിക്കാറുള്ളൂ. കാരണം രാജാക്കന്മാരുടെ ജീവൻ അവരുടെ കയ്യിലാണ്. അന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് അന്നത്തെ ആ സംസ്കാരത്തിൽ ഈ രാജാക്കന്മാരെയൊക്കെ വിഷം കൊടുത്ത് കൊന്നിട്ട് അടുത്ത രാജാക്കന്മാർ അതിൻ്റെ പദവി ഏറ്റെടുക്കുന്ന ഒരു പതിവ് ഉള്ളതായ കാലമായിരുന്നു. അതുകൊണ്ട് ഇവർ കൊടുക്കുന്നതായ ഈ വീഞ്ഞ് ഒക്കെ ആദ്യം ഈ പാനപാത്രവാഹകന്മാർ തന്നെ കുടിച്ചതിന് ശേഷം മാത്രമേ അന്നത്തെ രാജാക്കന്മാർ വീഞ്ഞ് കുടിക്കുവാറ് ഉള്ളായിരുന്നു എന്ന് നമ്മൾക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ പുസ്തകം ആര് എഴുതിയെന്ന് ചോദിച്ചാൽ ഈ നെഹമ്യാവിൻ്റെ സമകാലികനായിരുന്ന യസ്ര തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്തും കണ്ടും എഴുതിയത് എന്ന് നമ്മൾക്ക് വിചാരിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ 70 വർഷക്കാലം ഇസ്രായേൽ ജനങ്ങൾ ബാബേലിൽ ഈ പരദേശികളായിട്ട് പാർക്കുന്നതായ സമയത്ത് ജനിച്ചതായ ഒരാളായിരിക്കണം ഈ നെഹമ്യാവ് എന്ന് പറയുന്നതായ ആൾ. എന്ന് പറഞ്ഞാൽ ബാബേലിൽ ആയിരിക്കണം തൻ്റെ ജനനം എന്നാണ് നമുക്ക് കണക്ക് കൂട്ടുവാനായിട്ട് സാധിക്കുന്നത്. ഇനിയും ഈ ചാപ്റ്ററിലേക്ക്, ഓരോ ചാപ്റ്ററും നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ടതായ ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾക്ക് മുൻപോട്ട് എത്രയും വേഗം കടന്നു പോകുവാനായിട്ട് സാധിക്കും. 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 1 മുതൽ ഉള്ളതായ ചില വാക്യങ്ങൾ ഇവിടെ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. നെഹമ്യാവിൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് ഒരു പ്രാർത്ഥനയോടുകൂടെയാണ്. അതായത് അദ്ദേഹം തന്നെ അതിൻ്റെ ആദ്യ ഭാഗം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്:
ഹഖല്യാവിൻ്റെ മകനായ നെഹമ്യാവിൻ്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂശൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെക്കുറിച്ച് യെരുശലേമിനെക്കുറിച്ചും ചോദിച്ച് അന്വേഷിക്കുന്നതായ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 3-ാമത്തെ വാക്യത്തിൽ അതിന് അവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്തെ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദുഃഖവർത്തമാനം കേട്ടപ്പോൾ സ്വന്തം ദേശത്തെക്കുറിച്ചും സ്വന്തം ജനത്തെക്കുറിച്ചും വളരെ വ്യാകുലപ്പെട്ടതായ ഈ നെഹമ്യാവ് രാജധാനിയിൽ ജോലിയുള്ളവൻ ആണെങ്കിൽ തന്നെയും തനിക്ക് നല്ല ഒരു ഹൃദയമുള്ളതുകൊണ്ട് സ്വന്തം രാജ്യത്തെക്കുറിച്ചും സ്വന്തം ജനങ്ങളെക്കുറിച്ചും ഒരു ചിന്തയുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് അവിടെ 4-ാമത്തെ വാക്യത്തിൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. ഒന്നാമതായിട്ട് അവൻ ഈ വർത്തമാനം കേട്ടപ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞതായിട്ടാണ് കാണുന്നത്. കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു. അപ്പോൾ അതോട് ചേർന്ന് എനിക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളതായ ആലോചന ദൈവത്തിൽ നിന്നും പ്രാപിക്കുവാൻ വേണ്ടി കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് അവിടെ ഇരിക്കുന്നതായിട്ടാണ് താൻ പറയുന്നത്. ഇവിടെ ഈ നെഹമ്യാവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് അനേക ലീഡർഷിപ്പ് ക്വാളിറ്റീസ് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ഒരു വിഷയം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ എങ്ങനെയാണ് ഈ നെഹമ്യാവ് കൈകാര്യം ചെയ്തത് എന്ന് നമ്മൾ നോക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കുക, അതിനെക്കുറിച്ചൊരു ഹൃദയഭാരമുണ്ടാകുക, അതിനെക്കുറിച്ച് എനിക്കെന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളതായ ചിന്ത കടന്നു വരുന്നു. തന്നെക്കൊണ്ട് ഇത്ര വലിയ ഒരു കാര്യം ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യുവാനായിട്ട് സാധിക്കില്ല എങ്കിൽ തന്നെയും നെഹമ്യാവിനൊരു വിശ്വാസമുണ്ടായിരുന്നു. വലിയവനായ ദൈവം, സകലത്തെ നിർമ്മിച്ചവനായ ദൈവം, പ്രോമിസുകളൊക്കെ നൽകിയവനായ ദൈവം ഈ പ്രവർത്തനത്തിൽ തന്നെ ഉപയോഗിക്കുവാനായിട്ട് ശക്തനാണെന്ന് അവൻ വിശ്വസിച്ചുകൊണ്ടാണ് അവൻ പ്രാർത്ഥന ആരംഭിച്ചു. അവൻ കരഞ്ഞ് ദൈവസന്നിധിയിൽ അപേക്ഷിച്ചു. അവൻ ഉപവസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്നാണ്. ഈ 3 കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളുടെയും ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളായാലും ഏത് പ്രതികൂലങ്ങളായാൽ തന്നെയും അവിടെ നമ്മൾ വ്യാകുലപ്പെട്ടു പോകാതെ അല്ലെങ്കിൽ നിരാശപ്പെട്ടു പോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ കടന്നു വരിക, ദൈവസന്നിധിയിൽ കരയുക, ദൈവസന്നിധിയിൽ ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ അത് വളരെ ഫലപ്രദമായ പ്രാർത്ഥനയായിരിക്കും. ദൈവത്തിൽ നിന്നും ആലോചന പ്രാപിക്കുവാനും ദൈവത്തിൻ്റെ സഹായം ലഭിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് ഈ നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ നിന്നും നമ്മൾക്ക് പഠിക്കുവാനായിട്ട് ഉള്ളതായ ഒരു കാര്യം. ഒന്നാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് കാണുന്നത്? അവർ നിൻ്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വീണ്ടെടുത്ത നിൻ്റെ ദാസന്മാരും നിൻ്റെ ജനവുമല്ലോ. അപ്പോൾ ദൈവം തൻ്റെ പിതാക്കന്മാർക്ക് കൊടുത്തിട്ടുള്ളതായ വാഗ്ദത്തങ്ങൾ, അവകാശങ്ങൾ ഒക്കെ ദൈവസന്നിധിയിൽ ഓർപ്പിച്ചുകൊണ്ട് കർത്താവെ അത് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കുറവുകളെയൊക്കെ ക്ഷമിക്കണമേ എന്ന കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനായിട്ടാണ് ഇവിടെ നമ്മൾക്ക് ഈ നെഹമ്യാവിനെ കാണുന്നത്. 11-ാമത്തെ വാക്യം 1-ാമത്തെ അധ്യായത്തിൽ, കർത്താവെ നിൻ്റെ ചെവി അടിയൻ്റെ പ്രാർത്ഥനയ്ക്കും നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിൻ്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ എന്ന് അവൻ അപേക്ഷിക്കുകയാണ്. തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവജനങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതായ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വെക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഈ നെഹമ്യാവിനെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയും ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെയും ഏത് കാര്യവും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കരച്ചിലോടുകൂടെ കൊണ്ടുവന്നാൽ അതിന് കാര്യം സാധിപ്പിക്കുന്ന ദൈവമാണ് എന്ന്
നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അർത്ഥഹസസ്റ്റ് രാജാവിൻ്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിൻ്റെ മുമ്പാകെ ഇരുന്ന് വീഞ്ഞ് എടുത്ത് അവന് കൊടുത്തു. അപ്പോൾ പാനപാത്രവാഹകനായിരുന്നു അത്. അങ്ങനെ സേവിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ രാജാവിന് മനസ്സിലായി അവൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്താണ് എന്ന് രാജാവ് അവനോട് ചോദിക്കുന്നതായിട്ടാണ് ഈ ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നിട്ട് രാജാവ് തന്നെ പറയുകയാണ്, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല, എന്താണ് അതിൻ്റെ കാര്യം എന്ന് അറിയുവാൻ വേണ്ടി ഇങ്ങനെ രാജാവ് ചോദിച്ചപ്പോൾ 3-ാമത്തെ വാക്യത്തിൽ 2-ാം അധ്യായം, അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ടു രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകൾ ഉള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കെ എൻ്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. രാജാവ് എന്നോട് നിൻ്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ തൻ്റെ പ്രാർത്ഥനയെന്ന് പറയുന്നത് അനേക ദിവസങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് രാജാവിൻ്റെ മുൻപിൽ താൻ ഈ കാര്യം വയ്ക്കുന്നത്. എന്നാൽ ആ സമയത്ത് താൻ രാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഏലിയാവിൻ്റെ ജീവിതത്തിലും നമ്മൾ അതുപോലെയാണ് പഠിച്ചത്. അനേക മാസങ്ങളും വർഷങ്ങളും താൻ പ്രാർത്ഥിച്ചതിന് ശേഷമായിട്ട് ആഹാബ് രാജാവിൻ്റെ മുമ്പാകെ നിന്നുകൊണ്ട് ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ ഈ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്ന് ദൈവം വെളിപ്പെടുത്തി കാണിക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചല്ലോ. അതുപോലെയാണ് ഈ അർത്ഥഹസസ്റ്റ് രാജാവിൻ്റെ അടുക്കൽ കടന്നു വന്നപ്പോഴും ദീർഘമായിട്ടുള്ള പ്രാർത്ഥനകളോ വിഷയങ്ങളോ ഒന്നുകൂടെ പറയുവാനായിട്ട് തനിക്ക് സമയമില്ല. എന്നാൽ നേരത്തെ കഴിച്ചിട്ടുള്ളതായ പ്രാർത്ഥനയുടെ ബേസിൽ കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവെ ഞാൻ എന്താണ് മറുപടി ഈ രാജാവിനോട് പറയേണ്ടത് എന്ന് ഹൃദയത്തിൽ ഒന്ന് ചെറുതായി പ്രാർത്ഥിച്ചിട്ട്, ചെറിയ പ്രാർത്ഥന കഴിച്ചിട്ട് അവൻ രാജാവിനോട് അപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ രാജാവിനോട് അവൻ പറയുന്നത് ഇങ്ങനെയാണ്, രാജാവിന് തിരുമുള്ള ഉണ്ടായി, അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചുവെങ്കിൽ അടിയനെ യഹൂദയിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകൾ ഉള്ള പട്ടണത്തിൽ അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ എന്ന് ഉണർത്തിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷമായിട്ട് പെട്ടെന്ന് രാജാവിനോട് മറുപടി പറയുകയാണ്, എന്നെ അവിടേക്ക് ഒന്ന് അയക്കണമേ, ഒരു അവധി തരണമേ എന്ന്. എന്നിട്ട് തുടർന്ന് രാജാവ് ചോദിക്കുകയാണ്, നിനക്ക് എത്ര നാൾ വേണം, എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് തനിക്കുള്ള എല്ലാവിധമായ ഒത്താശകളും ദൈവത്തിൻ്റെ കരുണയാൽ ഈ നെഹമ്യാവിന് രാജാവിൽ നിന്നും ലഭിക്കുകയും, എല്ലാവിധമായ ഒത്താശകളെന്ന് പറയുമ്പോൾ ഈ മതിലുകൾ പണിയുന്നതിനുള്ളതായ സാധന സാമഗ്രികൾ, ആഹാരങ്ങൾ, കുതിരകൾ, കഴുതകൾ, വേലക്കാർ, സോൾജിയേഴ്സ് മുതലായ ഹെൽപ്പ് കൂടാതെ തന്നെ താൻ യാത്ര ചെയ്ത് പോകുമ്പോൾ വഴി മധ്യേ ആരും ആക്രമിക്കാതെ വണ്ണം ഈ രാജാവിൻ്റെ അധികാരപത്രവും കൊടുത്താണ് അവനെ വിടുന്നതായിട്ട് നമ്മൾക്ക് ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചതായ ഒരു മനുഷ്യൻ, നല്ല ഒരു ഉദ്യോഗമുണ്ടായിരുന്നവൻ, ഈ ദൈവത്തിൻ്റെ ഈ പട്ടണം, ജനങ്ങൾ തൻ്റെ സ്വന്തം പട്ടണം നശിച്ചു കിടക്കുന്ന കണ്ടപ്പോൾ ഈ ഹൃദയം ഉരുകിയിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനെ അയക്കുന്നു എന്നുള്ള ഒരു അടുത്തതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് ആരെയാണ് അയക്കുന്നത്? ഹൃദയത്തിൽ ഭാരമുള്ള ഒരാളെയാണ് ആ ദേശത്തേക്ക് അയക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി അയക്കുന്നത്. നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ ഈ ഭാരം തോന്നിയതുകൊണ്ടാണ് ദൈവം അവനെ തന്നെ എംപവർ ചെയ്തു, അവനെ തന്നെ ശക്തീകരിച്ചു, അതിനുള്ള വാതിലുകളെയും വഴികളെയും തുറന്നു കൊടുത്തു, രാജാവിൻ്റെ ഹൃദയത്തെ അവനെ അനുകൂലമാക്കി തീർത്തു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ താൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആസാഫ് എനിക്ക് മരം തരേണ്ടതിന് അവന് ഒരു എഴുത്തും നൽകണമേ എന്നും രാജാവിനോട് അപേക്ഷിച്ചു. എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നു കൊണ്ട് രാജാവ് അത് എനിക്ക് തന്നു. ദൈവത്തിൻ്റെ അനുകൂലമുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് എനിക്കത് തന്നു. നമ്മളുടെ
ഓരോ ആവശ്യങ്ങളുടെ മധ്യത്തിലും നമ്മളുടെ മുകളിലുള്ളതായ ആൾക്കാർ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ മനസ്സിനെ തിരിക്കുവാൻ തക്കവണ്ണം കഴിവുള്ള ദൈവത്തിൻ്റെ അനുകൂലമുള്ളതായ ആ കരം, ദയുള്ള കരം നമ്മൾക്കെല്ലായ്പ്പോഴും അനുകൂലമാണെങ്കിൽ നമ്മളെ കൊണ്ട് അസാധ്യമായിട്ടുള്ള കാര്യങ്ങളും സാധ്യമാക്കി തീർക്കുവാൻ ദൈവത്തിന് സാധിക്കും എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ 11-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഞാൻ യെരുശലേമിൽ എത്തി. അവിടെ 3 ദിവസം താമസിച്ച ശേഷം ഞാനും എന്നോടുകൂടെ ചില പുരുഷന്മാരും രാത്രിയിൽ എഴുന്നേറ്റു. എന്നാൽ യെരുശലേമിൽ ചെയ്യുവാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചിരുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവിടെ ഈ യാത്ര തുടങ്ങി. അവധിയൊക്കെ രാജസന്നിധിയിൽ നിന്നും അവന് ലഭിച്ചു. അവൻ യാത്ര തുടങ്ങി. അനേകം മൈലുകൾ യാത്ര ചെയ്താണ് ഇവിടെ ബാബേലിൽ നിന്നും യെരുശലേമിലേക്ക് ചെന്നെത്തുന്നത്. അവിടെ ചെന്ന് എത്തി എന്നാണ് അടുത്ത കാര്യം പറയുന്നത്. യാത്രകളെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അധികം വിവരിച്ചിട്ടില്ല. എന്നാൽ അവിടെ ചെന്നിട്ട് 2-3 ദിവസം താൻ തനിയെ അവിടെ പാർത്തു. അവൻ ഈ കാര്യങ്ങളൊക്കെ തനിയെ ഒന്ന് മനസ്സിലാക്കി. എങ്ങനെയാണ് ഇതിൻ്റെ സിറ്റുവേഷൻ അവൻ മറ്റ് ആരോടും പറഞ്ഞില്ല താൻ എന്തിനാണ് വന്നത് എന്ന്. അങ്ങനെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ലീഡർഷിപ്പിൻ്റെ മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ, ലീഡേഴ്സിനാണ് ദൈവം ഈ കാര്യങ്ങളെ ഒക്കെ അറിയിക്കുന്നത്, വഴികളെ അറിയിച്ചു കൊടുക്കുന്നത്. മോശയുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ മോശെ തൻ്റെ വഴികളെയും ഇസ്രായേൽ മക്കളെ അവൻ്റെ പ്രവൃത്തികളും അറിയിച്ചു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വഴികളെ പറഞ്ഞു കൊടുക്കുന്നത് തൻ്റെ ലീഡേഴ്സിനാണ്. മോശയ്ക്ക് ആണ് വഴികളെ ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കും. നീ ചെങ്കടൽ കൂടെ ഇങ്ങനെ പോകും, അല്ലെങ്കിൽ ഓരോ യാത്ര ചെയ്യുമ്പോൾ നീ ഇങ്ങനെ പോകണം എന്നുള്ളതായ വഴികളെ അറിയിക്കുന്നത്. എന്നാൽ ആ പ്രവൃത്തിപഥത്തിലായി കഴിയുമ്പോൾ മാത്രമാണ് കൂടെ നിൽക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഈ കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ രാത്രിയിൽ താഴ്വര വാതിൽ വഴിയായി പെരുമ്പാമ്പുറാവെങ്കിലും കുപ്പവാതിൽക്കലും ചെന്ന് യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നതും വാതിലുകൾ തീവച്ച് ചൂട്ടിരിക്കുന്നതും കണ്ടു. അപ്പോൾ ദൃക്സാക്ഷിയായിട്ട് എല്ലാ കാര്യങ്ങളും നേരിട്ട് കാണുവാൻ വേണ്ടി ഈ നെഹമ്യാവ് യെരുശലേമിൻ്റെ മതിലിൻ്റെ എല്ലാ വശങ്ങളിലേക്ക് കടന്നു പോകുന്നു. അതിന് പല വാതിലുകളുണ്ട്. ആ വാതിലുകളൊക്കെ ഇടിഞ്ഞും തീവച്ചും കിടക്കുകയാണ്. അതെല്ലാം പരിശോധിച്ചതിന് ശേഷമായിട്ട് തൻ്റെ പ്രവർത്തനങ്ങൾ, താൻ എല്ലാ കാര്യങ്ങളും അത് ഓർഗനൈസ് ചെയ്യുവാൻ വേണ്ടി തുടങ്ങുന്നു എന്നാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു ലീഡർ എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കണം, അത് പഠിക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ കരം അനുകൂലമാണ് എന്നുള്ളതായ ഉറപ്പും ധൈര്യവും ഉണ്ടെങ്കിൽ ആ ധൈര്യത്തോടെ മുൻപോട്ട് പോകുമ്പോഴാണ് ദൈവത്തിന് ഒരു മനുഷ്യനെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. 2:13 അങ്ങനെയാണ്. തനിയേ പോയി ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു. മറ്റുള്ളവരുടെ നിലപാട് എങ്ങനെയാണെന്നും അവർ തന്നോടുകൂടി എപ്രകാരം നിൽക്കുമെന്നും എത്രമാത്രം ധൈര്യം അവർക്കുണ്ടെന്നും കോൺഫിഡൻസ് അവർക്കുണ്ട് എന്നും ഈ നെഹമ്യാവിന് അറിയില്ല. അതുകൊണ്ടാണ് തനിയെ പോയി ഈ കാര്യങ്ങൾ ഒക്കെ പഠിച്ചതും ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ദൈവം എൻ്റെ കാര്യം സാധിപ്പിച്ച് തരും എന്ന് തുടരെ താൻ ഇങ്ങനെ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ വാതിലുകളും ഈ വോളുകളൊക്കെയും യെരുശലേമിൻ്റെ മതിലും ഓരോരുത്തരെ അവരവരുടെ സ്ഥലങ്ങളിൽ ഉള്ള ഓരോരുത്തരെ ഇത് ഏൽപ്പിക്കുകയാണ്. 3-ാം അധ്യായം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അങ്ങനെ മഹാപുരോഹിതനായ എല്യാശീബും അവൻ്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടിൻ വാതിൽ പണിതു. അവർ അത് പ്രതിഷ്ഠിച്ച് അതിൻ്റെ കതകുകളും വെച്ചു. ഹമേയ ഗോപുരം വരെയും ഹനനയേൽ ഗോപുരം വരെയും അവർ അത് പ്രതിഷ്ഠിച്ചു. അപ്പോൾ പുരോഹിതന്മാരെ പോലും ഈ പണിയിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് നെഹമ്യാവ് ഈ പണി ആരംഭിക്കുന്നത്. അത് അങ്ങനെ നോക്കുമ്പോൾ 2-ാമത്തെ വാക്യത്തിൽ അവർ പറയുന്നത്, അവർ പണിതതിനപ്പുറം യെരിഹോക്കാർ പണിതു. അവരുടെ അപ്പുറം
ഇമ്രിയുടെ മകനായ സെക്കോർ പണിതു. അങ്ങനെ പോകുന്നു അതിൻ്റെ ലിസ്റ്റുകൾ. അപ്പോൾ ഓരോരുത്തരും താമസിക്കുന്ന ഏരിയകളിൽ അവർക്ക് ആ കാര്യത്തിന് വേണ്ടി അസൈൻ ചെയ്തുകൊണ്ട് യെരുശലേമിൻ്റെ മതിൽ ഇങ്ങനെ പണിയുകയാണ്. യെരുശലേമിലേക്ക് കടന്നുപോയിട്ടുള്ളതായ അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് കടന്നുപോയിട്ടുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ യെരുശലേമിൻ്റെ ചുറ്റുമുള്ള മതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ ഉയരമുള്ളത്, വളരെ വീതിയുള്ളത്, വലിയ കല്ലുകളൊക്കെ വെച്ചുള്ളത്, അതുപോലെ തന്നെ വളരെ വാതിലുകൾ പല സൈഡുകളിലായിട്ട് ഒക്കെ ഉണ്ട് എന്ന് നമ്മൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോരുത്തരെയും ഓരോ പണികൾ ഏൽപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളുടെ കർത്താവ് അല്ലെങ്കിൽ നമ്മളുടെ ദൈവം, നമ്മളുടെ ഉടയവനും സൃഷ്ടാവുമായ ദൈവവും അതേ രീതിയിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ നമ്മൾക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നത്. ഓരോരുത്തരുടെ ഏരിയകളുണ്ട്. ആ ഏരിയകളിൽ നമ്മൾ പണിയണം. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമ്മൾ പണിയണം. ആ വചനം വിതയ്ക്കണം. വചനം വിതച്ച് അതിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. അതിൻ്റെ തക്ക സമയമാകുമ്പോൾ ദൈവം അത് മുളപ്പിച്ച് അത് വളർന്ന് അതിൽ കൂടെ ഫലം തരിക. ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞാൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ മറ്റുള്ളവരുടെ ഒരു അടിസ്ഥാനത്തിൽ പണിയാതെ ഞാൻ അല്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ച് പുതിയ വേലകൾ സ്ഥാപിക്കുന്നതായിട്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ തന്നെ താമസിക്കുമ്പോൾ, ഇന്ത്യയിൽ താമസിക്കുന്നവർ നമ്മൾക്ക് അവിടെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് അവിടെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ താമസിക്കുന്നവർക്ക് അവിടെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. ഓരോരുത്തരെ കൊണ്ടും സാധിക്കുന്നതായ നിലകളിലും സ്ഥലങ്ങളിലും നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളതായ അസൈൻമെൻ്റാണ് ഈ നെഹമ്യാവും തൻ്റെ ജീവിതത്തിൽ തൻ്റെ കൂടെയുള്ളവർക്ക് ഈ മതിൽ പണിയോടുള്ള ബന്ധത്തിൽ കാട്ടിക്കൊടുത്തതായ മാതൃക എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് ഇടയാകും. 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഈ നെഹമ്യാവും കൂട്ടരും അവിടെ പണി തുടങ്ങിയപ്പോൾ എതിർപ്പുകൾ വളരെ വരുന്നതായിട്ട് കാണുന്നു. നമ്മുടെ ജീവിതത്തിലും ഒരിക്കലും എതിർപ്പില്ലാത്ത ഒരു ജീവിതം നമ്മൾക്ക് പ്രതീക്ഷിക്കുവാനായിട്ട് സാധ്യമാകുകയില്ല. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ പുരോഗമനങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മൾ വളരെ സുരക്ഷിതരായിട്ട് മുൻപോട്ട് പോകുമ്പോൾ പെട്ടെന്ന് എതിർപ്പുകൾ ഒക്കെ ഉണ്ടായേക്കാം. എന്നാൽ അവിടെ നമ്മൾ ധൈര്യപ്പെടാതെ കർത്താവിൽ ധൈര്യപ്പെട്ടുകൊണ്ട്, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരാൽ ഡിസ്കറേജ് ചെയ്യപ്പെട്ടവരായിട്ട് മുൻപോട്ട് പോകണം എന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അപ്പോൾ അവൻ്റെ അടുക്കൽ നിന്നിരുന്ന അമ്മോന്യനായ തോബിയാവ്, അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴും എന്ന് പറഞ്ഞു. അപ്പോൾ ഡിസ്കറേജിങ് വേർഡ്സ് പറഞ്ഞുകൊണ്ട് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നതായ ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടായേക്കാം. എല്ലായ്പ്പോഴും നമ്മൾക്ക് എൻകറേജ് ചെയ്യുന്നതായ വാക്കുകൾ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കാനായിട്ട് സാധ്യമാകില്ല. എന്നാൽ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വേല നമ്മൾ ചെയ്യുക, മുൻപോട്ട് പോകുക, ഡിസ്കറേജ് ആകരുത്. ദൈവത്തിൽ ധൈര്യപ്പെട്ടുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോയാൽ അങ്ങനെ നമ്മൾക്ക് ഇതിൻ്റെ വേലകൾ മുൻപോട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നാണ് നമ്മൾക്ക് ഈ നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ശത്രുക്കൾ തടസ്സപ്പെടുത്തുവാൻ വന്നാലും അതിൻ്റെ മധ്യത്തിൽ നിരുത്സാഹപ്പെടാതെ അതിൻ്റെ പുറകെ പോയി സമയം കളയാതെ പണി തുടരുക എന്നുള്ളതാണ് നെഹമ്യാവിൻ്റെ പോളിസി ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് ഇങ്ങനെയാണ് കാണുന്നത്, ഞാൻ നോക്കി എഴുന്നേറ്റുന്നു പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും, നിങ്ങൾ അവരെ പേടിക്കേണ്ട, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്ക് വേണ്ടിയും പൊരുതുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമൂഹത്തിലുള്ളതായ ചെറിയവരെയും വലിയവരെയും എല്ലാവരെയും ഒരുപോലെ ധൈര്യപ്പെടുത്തി, കൈയോട് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട്, തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ ഏക മനസ്സോടുകൂടി ഐക്യമെത്തിയപ്പെട്ട് പ്രവർത്തിക്കുക,
ദൈവം നമ്മളുടെ കാര്യം സാധിപ്പിക്കും. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയും പൊരുതുവേൻ എന്ന് ഉത്സാഹിപ്പിച്ച് പറയുന്നതായ ഒരു ലീഡറെയാണ്. ഒരു ലീഡർ എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ, കൂടെ നിൽക്കുന്നവരെ ഉത്സാഹിപ്പിക്കുന്നവരായിരിക്കണം. അവിടെയാണ് നമ്മൾക്ക് വിജയം കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് 5-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വേഗം കടന്നു പോവുകയാണ്. 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഇവിടെ കാണുന്നതായ ഒരു പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വളരെ കഷ്ടമനുഭവിക്കുന്ന ജനങ്ങൾ അവിടെയുണ്ട്. കാരണം ഈ ബാബേലിൽ നിന്നും കടന്നു വന്ന പാവപ്പെട്ടവരായ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അവിടെ താമസിച്ചിരുന്നായ ആൾക്കാരും എല്ലാം വീടുകളെല്ലാം ചുറ്റും ആൾക്കാരെല്ലാം അടിമുളവായിട്ട് പിടിച്ചുകൊണ്ട് പോയി അങ്ങനെ കഷ്ടത്തിലുമായിരിക്കുന്ന അനേക ജനങ്ങളുണ്ട്. എന്നാൽ ബാബേലിൽ കുറേ നാളൊക്കെ താമസിച്ചതിന് ശേഷമായിട്ട് പണമൊക്കെ ഉണ്ടാക്കി വന്നതായ പ്രഭുക്കന്മാരുടെ കൂട്ടത്തിൽ അവർ വളരെ കഴിവുള്ളവരാണ്. അവരിവരുടെ വസ്തുക്കളൊക്കെ ഇങ്ങ് വാങ്ങിക്കുന്നു, അവരുടെ മക്കളെയൊക്കെ അടിമകളായിട്ട് ഇങ്ങ് വാങ്ങിക്കുന്നു. എന്നിവർക്ക് വേണ്ടി കൂലിപ്പണി ചെയ്യുവാനായിട്ടും അവരുടെ വാങ്ങിയായ പണത്തിന് പലിശ കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവരുടെ വസ്തുക്കളെല്ലാം എടുക്കുന്നതായുള്ളതായ പ്രവർത്തനങ്ങളൊക്കെ അന്ന് ഈ യഹൂദന്മാരുടെ ഇടയിലും പണക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പ്രഭുക്കന്മാരൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. ആ ഒരു ആവലാതിയുമായി പാവപ്പെട്ടവരെല്ലാവരും കൂടെ ഈ നെഹമ്യാവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നതായിട്ട് കാണുന്നു. എന്നാൽ തനിക്ക് അത് സഹിക്കുവാനായിട്ട് പാടില്ലായിരുന്നു. താൻ ഇവരെയെല്ലാം വിളിച്ചു കൂട്ടി, ഈ പ്രഭുക്കന്മാരെയും ഈ അധിപതികളെയും ഈ പണക്കാരെയും ഈ സ്ഥാനമോഹികളെ ഒക്കെ അവരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ചെയ്യുവാനായിട്ട് പാടില്ല. നിങ്ങൾ ഇങ്ങനെ എടുക്കുന്ന അന്യായമായിട്ടെടുക്കുന്ന വസ്തുക്കളൊക്കെ തിരിച്ചു കൊടുക്കണം, ആ പലിശയൊക്കെ നിങ്ങൾ ഇളച്ചു കൊടുക്കണം, മക്കളെയൊക്കെ തിരിച്ചു കൊടുക്കണം എന്നുള്ളതായ കാര്യങ്ങളൊക്കെ പറയുകയും, കാരണം അങ്ങനെയുള്ളതായ ഒരു അധികാരത്തോടുകൂടെ നെഹമ്യാവിനെ രാജാവ് വിട്ടതുകൊണ്ട് ആ അധികാരം ഉപയോഗിച്ച് തന്നെ താൻ പ്രഭുക്കന്മാരുടെ മേൽ വ്യവസ്ഥ ഉണ്ടാക്കുകയും അവരുടെ പലിശയും മുന്തിരിത്തോട്ടങ്ങളും ഒക്കെ ഇളച്ചു കൊടുത്ത് അങ്ങനെ ആ രാജ്യത്ത്, ഇസ്രായേൽ രാജ്യത്ത് അല്ലെങ്കിൽ യെരുശലേമിൽ ഒരു സമാധാനം ചെറിയവരുടെയും വലിയവരുടെയും ജീവിതത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നതായിട്ട് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. 5-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് കാണുന്നത് ഇങ്ങനെയാണ്: ഞാൻ യഹൂദ ദേശത്തെ അവരുടെ ദേശാധിപതിയായി നിയമിക്കപ്പെട്ട നാൾ മുതൽ. അപ്പോൾ യഹൂദ ദേശത്തെ ദേശാധിപതി അല്ലെങ്കിൽ ഗവർണറായിട്ട് നിയമിച്ചാണ് അഹശ്വേരോശ് രാജാവ് നെഹമ്യാവിനെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത് എന്ന് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ വിട്ടതായ നാൾ മുതൽ അർത്തഹ്ശഷ്ടാവിൻ്റെ 20-ാം ആണ്ട് മുതൽ തന്നെ അവൻ്റെ 32-ാം ആണ്ട് വരെ 12 സംവത്സരം ഞാനും എൻ്റെ സഹോദരന്മാരും ദേശാധിപതിക്കുള്ളതായ അഹോവൃത്തി വാങ്ങിയില്ല. അങ്ങനെ ഗവർണറായിട്ട് നിയമിച്ച് അയക്കുന്നതായ ആൾക്കാർക്ക് ഈ പാവപ്പെട്ടതായ ജനങ്ങളുടെ എല്ലാം കൃഷിയുടെ ഒരു ഭാഗം ടാക്സായിട്ട് വാങ്ങിക്കാം, ഇൻകം ടാക്സായിട്ട് വാങ്ങിക്കാം. അങ്ങനെയാണ് അവർ വളരെ ലക്ഷറായിട്ട് ജീവിക്കുന്ന ദേശാധിപതിമാരെയാണ് നമ്മൾക്ക് സാധാരണ കാണാറുള്ളത്. എന്നാൽ നെഹമ്യാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യാതൊരു വിധമായ പണമോ കാര്യങ്ങളോ ഒന്നും ഈ പാവപ്പെട്ടതായ ജനങ്ങളോട് ഈടാക്കാതെ ഉള്ളതുകൊണ്ട് ഈ താൻ സുഖമായിട്ട് അവിടെ ജീവിക്കുന്നതായിട്ടും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതുമായ ഒരു ലീഡറായിട്ടാണ് ഈ നെഹമ്യാവിനെ നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. താൻ ഒരു മാതൃകാ ലീഡർ ആയിരുന്നു എന്ന് നമുക്ക് കാണാം. ഇന്നത്തെ ലോകത്തിൽ വളരെ അസുലഭമായിട്ട് മാത്രമേ അങ്ങനെയുള്ള ലീഡേഴ്സിനെ കാണാറുള്ളൂ. കാരണം മന്ത്രിസഭകളിലൊക്കെ ഇന്നത്തെ കാലത്ത് കയറുന്ന അവർക്ക് 1, 2, 3, 4, 5 വർഷം കിട്ടിയാൽ അതിനുള്ളിൽ അവരുടെ പള്ള എത്രമാത്രം വീർപ്പിക്കാമോ അങ്ങനെ വീർപ്പിച്ചിട്ട് മനുഷ്യരെ പിഴിഞ്ഞെടുക്കുന്നതായ സ്വഭാവമാണ്, കൈക്കൂലികൾ വാങ്ങിക്കുന്നതായ സ്വഭാവമാണ് ഇന്ന് എവിടെയും നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അധികാരം കിട്ടുമ്പോൾ അത് ദുർവിനിയോഗം ചെയ്യുന്നതായ അവസ്ഥകളാണ് ലീഡർഷിപ്പിൽ ഇന്ന് നമ്മൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ നെഹമ്യാവിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഗവർണറായിട്ട് അഹശ്വേരോശ് രാജാവ് അവനെ അധികാരത്തോടുകൂടി അയച്ചുവെങ്കിൽ തന്നെയും അവൻ അങ്ങനെ അവൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്യാതെ ജീവിതത്തിൽ സിംപ്ലിസിറ്റി പാലിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതായ ഒരു ലീഡറിനെയാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത്. പ്രൈസ് ഗോഡ്. 5-19 വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് എന്താണ്? എൻ്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ എന്നുള്ളതായ പ്രാർത്ഥനയാണ്. അപ്പോൾ
ഈ നെഹമ്യാവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ, ദൈവത്തിന് വേണ്ടി തൻ്റെ ജനങ്ങളെ സഹായിച്ചാൽ അവൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം അത് ഓർക്കും. അവൻ്റെ സന്തതികളെയൊക്കെ തലമുറയായി അനുഗ്രഹിക്കുന്നവനാണ് എന്നുള്ളതായ വിശ്വാസവും ധൈര്യവും അവന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയോടുകൂടെയാണ് താൻ ഇങ്ങനെയുള്ളതായ സൽപ്രവർത്തികളൊക്കെ ചെയ്തിരുന്നത് എന്ന് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. 6-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇവിടെ നമുക്ക് മറ്റൊരു ശത്രുവിനെയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 9-ാമത്തെ വാക്യത്തിൽ, വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് അവരൊക്കെയും ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. ആകയാൽ ദൈവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. ഇവിടെ സെൻബല്ലത്ത് എന്ന് പറയുന്ന അടുത്തുള്ളതായ രാജ്യത്തെ രാജാവ് കൂട്ടരൊക്കെയും പല പ്രാവശ്യം ജനങ്ങളെ, മറ്റുള്ളവരെ, ദൂതന്മാരെയൊക്കെ അയക്കുകയാണ്. അങ്ങനെ മെസ്സഞ്ചേഴ്സിനെയൊക്കെ അയച്ചിട്ട് അവരെ അധൈര്യപ്പെടുത്തി നോക്കുവാനായിട്ട് തുടങ്ങുന്നു. വേല നടക്കാതിരിക്കാൻ വേണ്ടിയുള്ളതായ പരിപാടികളൊക്കെ അവർ ചെയ്യുകയാണ്. ഇവരുടെ ധൈര്യം ക്ഷയിച്ചു പോകുവാൻ, കാരണം ഇവർ വേറൊരു ദേശത്തു നിന്നും വന്നിരിക്കുന്നതായ ആളാണ്. അപ്പോൾ ഇവരുടെ ദേശത്ത് വന്ന് അന്യദേശത്ത് നിന്ന് വന്ന ഒരുത്തൻ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് വളരെ പ്രയാസമാണ്. അപ്പോൾ അവരെ അധൈര്യപ്പെടുത്തുവാൻ വേണ്ടി, ഭയപ്പെടുത്തുവാൻ വേണ്ടി നോക്കുമ്പോൾ ഇവൻ നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ ദൈവമുഖത്തേക്ക് നോക്കി ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ എന്നാണ് താൻ ഇവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നത്. പ്രൈസ് ഗോഡ്. 6-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുന്നു, ഇങ്ങനെ പലവിധമായ പ്രതിസന്ധികൾ ഒക്കെ വന്നെങ്കിൽ തന്നെയും ജനങ്ങളെ ഒരു ചരടിൽ നിർത്തിക്കൊണ്ട്, തോളോട് തോൾ ചേർത്ത് നിർത്തിക്കൊണ്ട്, പണികൾ അവരെക്കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് എല്ലാം ഭംഗിയായിട്ട് അസൈൻമെൻറ്റ് ചെയ്യിച്ചു. പാവങ്ങളെയും അതുപോലെ തന്നെ പണക്കാരെയും ഒരേ ചരടിൽ നിർത്തിക്കൊണ്ട് പണിതിൻ്റെ ഫലമായിട്ട് ഈ 6-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് ഏലൂൽ മാസം 25-ാം തീയതി തീർത്തു. 52 ദിവസം കൊണ്ട് ആ വിശാലമായ മതിൽ, യെരുശലേം പട്ടണത്തിന് ചുറ്റുമുള്ള ആ വലിയ മതിൽ എല്ലാവരെയും ഏകോപിച്ചുകൊണ്ട്, ഓരോരുത്തർ താമസിക്കുന്ന ഇടത്ത് അവരവരെ അസൈൻ ചെയ്തുകൊണ്ട്, ഈ മറ്റ് രാജ്യത്ത് നിന്നും വന്നതായ ഈ നെഹമ്യാവ്, ബാബേലിൽ നിന്നും കടന്നു വന്ന നെഹമ്യാവ് മതിൽ 52 ദിവസം കൊണ്ട് തീർത്തതായ ഒരു ചരിത്രമാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 7-ന്റെ 2-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ്, എന്നാൽ ഞാൻ എൻ്റെ സഹോദരനായ ഹനാനിയെയും കോട്ടയുടെ അധിപനായ ഹനന്യാവിനെയും യെരുശലേമിന് അധിപതികളായി നിയമിച്ചു. ഇവൻ പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനും ആയിരുന്നു. ഇവിടെ ഈ അസൈൻമെൻറ്റ് വീണ്ടും കൊടുക്കുകയാണ്. ഒരു ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റിയാണ് ഇതിൻ്റെ. നല്ല ലീഡേഴ്സിനെ അസൈൻ ചെയ്യുക. ഈ കോട്ടയുടെ ഒക്കെ ചുമതല തനിക്ക് അറിയാവുന്നവർക്ക്, തൻ വിശ്വസ്തരായവർക്ക്, കഴിവുള്ളവർക്ക്, ദൈവഭക്തരായിട്ടുള്ളവർക്ക് ഈ അസൈൻമെൻറ്റ് കൊടുത്തിട്ട് വിശ്വസ്തയോടുകൂടെ ഈ കാര്യം നേരെ മുൻപോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തോടെ മുൻപോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ 7-ാം അധ്യായത്തിൽ നമുക്ക് തുടർന്ന് കാണുന്നത്, ബാബേലിൽ നിന്നും കടന്നു വന്നതായ പ്രവാസികളായിട്ട് ഇവിടേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഇസ്രായേൽ മക്കളുടെ വംശാവലികൾ കണ്ട് അവർക്കെല്ലാം ഒരു ഐഡൻറ്റിറ്റി കൊടുക്കുന്നതായിട്ടാണ് ഈ അധ്യായങ്ങൾ തുടർന്നുള്ളതായ ചില പേജുകൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 8-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് ഈ പുസ്തകം എഴുതിയ എസ്രാ ശാസ്ത്രിയാണ്. എസ്രാ ശാസ്ത്രിയും 2-ാമത്തെ ഒരു ഗ്രൂപ്പായിട്ട് അവിടെ നിന്നും ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവരോട് ചേർന്ന് പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എസ്രാ ചെയ്തതായ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, അവൻ്റെ ശാസ്ത്രി ആയതുകൊണ്ട് അവൻ്റെ ന്യായപ്രമാണത്തിലുള്ളതായ അറിവ് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ വളരെ പ്രയാസത്തിൽ കൂടെ കടന്നു വരുന്നതായ യെരുശലേമിലെ ജനങ്ങൾ, അവിടെ താമസിച്ചിരുന്ന ജനങ്ങൾ, അവർ മിശ്ര വിവാഹങ്ങളൊക്കെ കഴിച്ചവരായിരുന്നു. അങ്ങനെ അവരുടെ കൾച്ചർ തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അതുപോലെ തന്നെ ബാബേലിലേക്ക് പോയവരും അങ്ങനെ തന്നെ പലരും
കൾച്ചറൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടവരായിട്ട് അവർ തിരികെ വന്നപ്പോൾ ആ മോശ കൊടുത്ത ന്യായപ്രമാണത്തിൻ്റെ ഗൗരവവും ആ ന്യായപ്രമാണത്തിൻ്റെ ഒറിജിനാലിറ്റിയും അതിൻ്റെ റിയൽ മീനിങ്ങും ഒക്കെ ആ ലാംഗ്വേജൊക്കെ ഇവരെല്ലാം മറന്നുപോയി എന്ന് നമ്മൾക്ക് വിചാരിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അതൊക്കെ ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് എസ്രാ ശാസ്ത്രി അവിടെ ജനങ്ങളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി പ്രസംഗ പീഠത്തിൽ നിന്നുകൊണ്ട് ഈ ന്യായപ്രമാണം മുഴുവനും മോശ കൊടുത്തത് അവരെ വായിച്ച് കേൾപ്പിക്കുകയും അവരെ എല്ലാവരെയും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾക്കിവിടെ എസ്രായുടെ ജീവിതത്തിൽ കൂടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ഗോഡ്. അതിൻ്റെ പൊരുൾ 8-7 വാക്യം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പൊരുൾ ഒക്കെ വിവരിച്ചു കൊടുത്തു. പലപ്പോഴും ദൈവവചനം നമ്മൾ വായിക്കും എങ്കിൽ തന്നെയും അതിൻ്റെ പൊരുൾ നമ്മൾക്ക് മനസ്സിലാകുവാനായിട്ട് ചിലപ്പോൾ സാധിക്കുകയില്ല. നമ്മൾക്ക് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഫിലിപ്പോസിൻ്റെ ചരിത്രം നമ്മൾക്കറിയാം. ആഫ്രിക്കയിൽ നിന്ന് കടന്നു വന്ന ഷണ്ണനായ ഒരു എത്യോപ്യ മന്ത്രി ഇങ്ങനെ ബൈബിൾ ചുരുൾ വായിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നിനക്ക് വായിക്കുന്നതെല്ലാം മനസ്സിലാകുന്നുണ്ടോ എന്ന് ഫിലിപ്പോസ് ചോദിച്ചപ്പോൾ ഒരുത്തൻ പൊരുൾ തിരിച്ച് തരാതെ ഇരുന്നാൽ എനിക്ക് എങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ അതേ മീനിങ് തന്നെയാണ് ഈ തിയോളജി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം പല ഭാഗങ്ങളിലും അതിൻ്റെ പൊരുൾ തിരിച്ച് നമ്മൾ സമയമെടുത്ത് ദൈവസന്നിധിയിൽ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് പഠിച്ചുവെങ്കിൽ മാത്രമേ അതിൻ്റെ പൊരുൾ നമ്മൾക്ക് റിയലായിട്ട് ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ഈ വചനത്തിൽ കൂടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ വചനം എന്നോട് എങ്ങനെ സംസാരിക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. 8-10 വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുന്നത് ഇങ്ങനെയാണ്: ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജനങ്ങളെല്ലാവരും കൂടെ എസ്രാ ശാസ്ത്രിയുടെ പ്രസംഗം കേൾക്കുവാൻ വേണ്ടി കടന്നു വന്നു. ന്യായപ്രമാണമൊക്കെ കേൾക്കുന്നു, അതിനകത്തെ കാര്യങ്ങളൊക്കെ വളരെ കർശനമായിട്ട് പറഞ്ഞിരിക്കുന്നതൊക്കെ വായിച്ച് കേട്ടപ്പോൾ തങ്ങളെ തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഞങ്ങൾ എത്രയോ അകലെയാണ് ഈ ന്യായപ്രമാണത്തിൽ നിന്നും, ഇതിങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെല്ലാവരും കരഞ്ഞ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഒടുവിലായിട്ട് എസ്രാ ശാസ്ത്രി പറയുകയാണ്, ഈ ദിവസം നമ്മളുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. അപ്പോൾ കൂടാര പെരുന്നാൾ ഒക്കെ അവർ ആചരിക്കുന്നതായിട്ട് കാണുന്നു. കൂടാര പെരുന്നാൾ എന്ന് പറയുമ്പോൾ അവിടെ സുഖകരമായി നമ്മുടെ സ്വന്തം വീട്ടിൽ താമസിക്കാതെ പഴയ കാലത്ത് മോശയോടുകൂടിയുള്ളതായ യാത്ര, ആ മരുഭൂമിയിൽ കൂടെ ഉള്ളതായ യാത്ര, കൂടാരങ്ങൾ അടിച്ചുകൊണ്ടുള്ളതായ യാത്ര ജീവിതത്തിലൊന്ന് തിരിഞ്ഞു നോക്കി ഓർക്കുവാൻ വേണ്ടി ദൈവം കൊടുത്തതായ ഒരു പെരുന്നാളാണ് കൂടാര പെരുന്നാൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം ഭവനത്തിൽ നിന്ന് മാറി ഒരു ചെറിയ കൂടാരം അവിടെ വെളിയിൽ അടിച്ചിട്ട് അതിനുള്ളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും നന്ദി കരയേറ്റുകയും പഴയ കാര്യങ്ങളെ റിമംബർ ചെയ്യുകയും പഴയ ചരിത്രങ്ങളൊക്കെ മോശയോടുകൂടി ഉണ്ടായിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രകളൊക്കെ ഓർമ്മിക്കുകയും ചെയ്യുന്നതായ ആ പെരുന്നാൾ വീണ്ടും അവരിവിടെ കൂടാര പെരുന്നാൾ പുനഃസ്ഥാപിക്കുന്നതായിട്ടാണ് 13 വാക്യത്തിൽ നമ്മൾക്ക് കാണുന്നത് 8 അധ്യായത്തിൻ്റെ. അങ്ങനെ കൂടാര പെരുന്നാൾ ഒക്കെ ആഘോഷിച്ചു, ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നു. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ. യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാണ്. നമ്മൾക്ക് ജീവിതത്തിൽ ഏത് പ്രശ്നം വന്നാലും പ്രതികൂലം വന്നാലും യഹോവയിലുള്ളതായ സന്തോഷം നമ്മളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ സന്തോഷത്തോടുകൂടെ നമ്മളുടെ ജീവിതത്തിൽ മുൻപോട്ട് ഓരോ സ്റ്റെപ്പുകൾ വെക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ എല്ലായ്പ്പോഴും ഓർത്തിരിക്കണം. ഏത് പ്രശ്നങ്ങൾ വന്നാലും അവിടെ യഹോവയെങ്കിൽ നമ്മൾക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കും. യഹോവ എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്, യഹോവയുടെ വചനപ്രകാരമാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്, യഹോവയ്ക്ക് എന്നെക്കുറിച്ച് ഒരു പ്ലാനുണ്ട് എന്ന് നമ്മൾ മുൻപോട്ട് ഓരോ ദിവസവും നമ്മളുടെ ജീവിതയാത്രയിൽ നമ്മൾ ഓർത്തിരിക്കണം. ചാപ്റ്റർ 9 നമ്മൾ കടന്നു വരുമ്പോൾ
അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വളരെ പിന്മാറ്റത്തിലിരുന്നായ ഒരു കൂട്ടം ജനങ്ങളാണ് അവിടെ നമുക്ക് കാണുന്നത്. എന്നാൽ എസ്രാ ശാസ്ത്രി വന്ന് ഈ വചനമൊക്കെ സംസാരിക്കുകയും അതിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തോട് ഉടമ്പടി പുതുക്കിക്കൊണ്ട് അവർ ഇങ്ങനെ മുൻപോട്ട് അവരുടെ യാത്ര ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എസ്രാ ശാസ്ത്രിയുടെ ആ റോളെന്ന് പറയുന്നത് ജനങ്ങളെ വചനത്തിൽ ഉറപ്പിക്കുക, അവർക്കൊരു കരം കൊടുക്കുക, അവരെ ദൈവത്തോട് നിരപ്പിക്കുക, ദൈവത്തിലുള്ള വിശ്വാസം അവരിൽ വർദ്ധിപ്പിക്കുക, യഹോവയെങ്കിലെ സന്തോഷം അവർ ഏറ്റെടുത്തുകൊണ്ട് ഈ ദുഃഖം വിട്ടിട്ട് സന്തോഷിക്കുന്നവരായിട്ട് പോകുമ്പോൾ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പാടെ മാറുവാനായിട്ട് സാധിക്കും. ആ ഒരു ശുശ്രൂഷയാണ് എസ്രാ ശാസ്ത്രി ഇവിടെ ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ചാപ്റ്റർ 11 നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് യെരുശലേം നിവാസികളെ കുറിച്ചാണ്. യെരുശലേമിലെ പ്രധാന ആൾക്കാർ, യെരുശലേം പട്ടണത്തിൽ പ്രധാനമായിട്ടുള്ളതായ ആൾക്കാരെയൊക്കെ ഇവരെ താമസിപ്പിച്ചു. അങ്ങനെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യെരുശലേം പട്ടണത്തിൻ്റെ നിലനിൽപ്പിനായിട്ട്. എന്നിട്ട് പിന്നീട് ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ അവിടെ ഇവിടങ്ങളിലായിട്ട് അങ്ങനെ താമസിപ്പിച്ച പട്ടണം, യെരുശലേം പട്ടണം ഒരു ജന്മത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതായ ശുശ്രൂഷയും നെഹമ്യാവും എസ്രായും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. ചാപ്റ്റർ 12 നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സെരുബാബേലിനോട് കൂടെ വന്ന പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ഒരു ലിസ്റ്റ് നമുക്കിവിടെ ചാപ്റ്റർ 12 നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അത് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഷേൽത്തിയേലിൻ്റെ മകനായ സെരുബാബേലിനോടും യോശുവയോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവ്യരും ആണിത്. സെരിയാവ്, ഇരമ്യാവ്, യസ്രായ്, അമരിയാവ്, മല്ലൂക്ക്, ഹത്തൂഷ്, ശഖന്യാവ്, രഹൂം തുടങ്ങിയവരൊക്കെ ഇവരോടുകൂടെ സെരുബാബേലിനോടുകൂടെ വന്നതായ പുരോഹിതന്മാരും ലേവ്യരുമൊക്കെയാണ്. അവരെയൊക്കെ ഈ ആലയത്തോടുള്ള ബന്ധത്തിൽ യെരുശലേമിൽ ചേർത്ത് പിടിച്ചു നിർത്തി അവരെയൊക്കെ ഓരോ സ്ഥലങ്ങളിൽ അവരെയൊക്കെ അസൈൻ ചെയ്ത് പാർപ്പിച്ച് അങ്ങനെ ഒരു സുവിശേഷ നവീകരണം അല്ലെങ്കിൽ ആത്മീയ നവീകരണം അവിടെ പുനഃസ്ഥാപിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ചതായ ആളുകളാണ്. 13 അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത് ആ ഒടുവിലത്തെ അധ്യായമാണ്. വളരെ വേഗമാണ് നമ്മളുടെ ഈ ബുക്കിൻ്റെ റിവ്യൂ നടക്കുന്നത്. അപ്പോൾ 13 അധ്യായത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ 4 വാക്യം. അതിനു മുമ്പ് തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ അറകൾക്ക് മേൽവിചാരകനായി നിയമിക്കപ്പെട്ടിരുന്ന എല്യാശീബ് പുരോഹിതൻ തോബിയാവിൻ്റെ ബന്ധുവായിരുന്നതിനാൽ അവന് ഒരു വലിയ അറ ഒരുക്കി കൊടുത്തിരുന്നു. ഇവിടെ ഒരു വലിയ പ്രശ്നമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഈ നെഹമ്യാവ് ഈ 52 ദിവസം കൊണ്ട് മതിലിൻ്റെ പണിയൊക്കെ തീർത്തതിന് ശേഷമായിട്ട് കുറേ നാൾ ഇവിടെ താമസിച്ചു. അതിന് ശേഷമായിട്ട് വീണ്ടും ബാബേലിലേക്ക് കടന്നുപോയി. ആ ബാബേലിലേക്ക് കടന്നു പോകുന്നതായ സമയം തൻ്റെ സ്നേഹിതരായിരുന്നായ പുരോഹിതന്മാരെ എല്യാശീബ് പുരോഹിതനെ ഒക്കെ ഈ ആലയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടാണ് അവിടേക്ക് കടന്നു പോകുന്നത്. എന്നാൽ താൻ ബാബേലിലേക്ക് കടന്നുപോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ താൻ തിരിച്ചു വന്നപ്പോഴേക്കും ഒരു പ്രശ്നം ആണിവിടെ നമുക്ക് കാണുന്നത്. ഈ ദേവാലയത്തിലുള്ളതായ കുറേ മുറികൾ എല്ലാം ഈ എല്യാശീബ് പുരോഹിതൻ്റെ ബന്ധുവായിരുന്നതായ തോബിയാവിന് കൊടുത്തു. തോബിയാവ് എന്ന് പറയുന്നത് ഇവരുടെ ശത്രുവാണ്. ആ ശത്രുവിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ സ്റ്റോർ ചെയ്യുവാൻ വേണ്ടി അങ്ങനെ ആ സ്ഥലം, ആലയത്തിൻ്റെ അറ അവന് ഒരുക്കി കൊടുത്തു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 5 വാക്യം ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. മുമ്പേ അവിടെ ഭോജനയാഗം, കുന്തിരുക്കം, ഉപകരണങ്ങൾ എന്നിവയും ലേവ്യർക്കും സംഗീതക്കാർക്കും വാതിൽ കാവൽക്കാർക്കും വേണ്ടി നിയമിച്ച ധാന്യം, വീഞ്ഞ, എണ്ണ ഇവയുടെ ദശാംശവും പുരോഹിതന്മാർക്കുള്ള ഉദർച്ച അർപ്പണങ്ങളും വെച്ചിരുന്നു. എന്നാൽ ഈ കാലത്ത് ഒക്കെയും ഞാൻ യെരുശലേമിൽ ഉണ്ടായിരുന്നില്ല. നെഹമ്യാവ് പറയുകയാണ്, ഞാൻ യെരുശലേമിൽ ഉണ്ടായിരുന്നില്ല. തന്നെ വീണ്ടും ബാബേലിലേക്ക് കുറേ സമയത്തേക്ക് പോയിട്ടും വന്നിരിക്കുകയാണ്.
ബാബേൽ രാജാവായ അർത്ഥസഷ്ടാവിൻ്റെ 32-ാം ആണ്ടിൽ ഞാൻ രാജാവിൻ്റെ അടുക്കൽ പോയിരുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ രാജാവിനോട് അനുവാദം വാങ്ങി യെരുശലേമിലേക്ക് വന്നപ്പോൾ എല്യാശീബ് തോബിയാവിന് ദേവാലയത്തിൻ്റെ പ്രാകാരങ്ങളിൽ ഒരു അറ ഒരുക്കിക്കൊടുത്തതിനാൽ ചെയ്ത ദോഷം ഞാൻ അറിഞ്ഞു. അതൊരു റിയലായിട്ടുള്ള ഒരു ദോഷമാണെന്ന് താൻ എഴുതിയിരിക്കുകയാണ്. അത് എനിക്ക് അത്യന്തം വ്യസനമായിരുന്നു കൊണ്ട് ഞാൻ തോബിയാവിൻ്റെ വീട്ടു സാമാനമൊക്കെയും അറയിൽ നിന്ന് പുറത്ത് എറിഞ്ഞു കളഞ്ഞു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ താൻ ആക്കിയതായ ആ പുരോഹിതൻ്റെ ബന്ധുവാണെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ ആലയത്തോടുള്ളതായ ആ എരിവ് കാരണം ദൈവത്തിൻ്റെ ആലയം ശുദ്ധീകരിച്ച് വിശുദ്ധിയുള്ളതായിട്ട് സൂക്ഷിക്കേണ്ടതിന് പകരമായിട്ട് ഇതാ ആ അറകളിൽ ദേവാലയത്തിനുള്ളിൽ തോബിയാവിൻ്റെ ദൈവം മനുഷ്യനല്ലാത്ത വേറൊരുത്തൻ്റെ സാമാനങ്ങൾ നിറച്ചു വച്ചിരിക്കുകയാണ്. അതെല്ലാം അവിടുന്ന് ഈ നെഹമ്യാവ് എടുത്ത് എറിഞ്ഞു കളയുന്നതായിട്ടാണ് കാണുന്നത്, യാതൊരു മര്യാദയും കാണിക്കാതെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്ന് ദൈവത്തിൻ്റെ ആലയമെന്ന് പറയുന്നതായ സ്ഥലങ്ങളൊക്കെ വളരെ വിശുദ്ധിയോടുകൂടെ സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ വിശുദ്ധിയില്ലാത്ത ഈ തോബിയാവിൻ്റെ സാമാനങ്ങളിലൊക്കെ നിറച്ചു വയ്ക്കുന്നതായ ദേവാലയങ്ങളൊക്കെ നമുക്ക് അവിടെ ഇവിടെയും കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതെല്ലാം എറിഞ്ഞു കളയണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എന്നാൽ അതിനപ്പുറത്തായിട്ട് ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ആലയമെന്ന് പറയുന്നത് ഈ പുതിയ നിയമത്തിൽ നമ്മളുടെ ഹൃദയമാണ്. നമ്മളുടെ ഹൃദയം, യേശു വസിക്കുന്നത് നമ്മളുടെ ഹൃദയത്തിലാണ്. ഇന്ന് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നാണ് തെസലോനിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ദൈവത്തിൻ്റെ ആലയമായ നമ്മളുടെ ഹൃദയത്തിന് പല അറകളുണ്ട്, പല മുറികളുണ്ട്. അപ്പോൾ ദൈവം അല്ലെങ്കിൽ യേശു നമ്മളുടെ ഈ ആലയത്തിലേക്ക് കടന്നു വന്നാൽ, കർത്താവേ എൻ്റെ ആലയത്തിലെ ഈ മുറിക്കകത്ത് കയറരുത്, ആ മുറിക്കകത്ത് കയറരുത്, ഇന്ന മുറിക്ക് ഒന്ന് ക്ലീനാക്കിയിട്ടേക്കുന്ന ഒരു മുറിയുണ്ട്, അവിടെ മാത്രം ഒന്ന് കയറിയിട്ട് പോകണമെന്ന് നമുക്ക് പറയാനായിട്ട് പാടില്ല. നമ്മുടെ ഹൃദയം മൊത്തമായി വിശുദ്ധിയോടെ നിർമ്മലതയോടെ ദൈവത്തിൻ്റെ ആലയമായി നമ്മളുടെ ഹൃദയത്തെ സൂക്ഷിക്കുവാനായിട്ട് നമ്മൾ കടപ്പെട്ടവരാണ് എന്നാണ് ഈ ഭാഗത്തു നിന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഉള്ളത്. പ്രൈസ് ഗോഡ്. അങ്ങനെ ആലയം ക്ലെൻസ് ചെയ്യുന്നതായ ഒരു നെഹമ്യാവിൻ്റെ നവീകരണമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. പ്രൈസ് ഗോഡ്, സ്തോത്രം. പിന്നീട് 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, താൻ എൻ്റെ ദൈവമേ ഇത് എനിക്കായി ഓർക്കണമേ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനും അതിൻ്റെ ശുശ്രൂഷയ്ക്കും വേണ്ടി ചെയ്ത എൻ്റെ സൽപ്രവൃത്തികളെ മായ്ച്ചു കളയരുതേ. അപ്പോൾ ഒരു സൽപ്രവൃത്തിയായിട്ട് താൻ വളരെ റിസ്ക് എടുത്ത് വളരെ പവർഫുള്ളായിട്ടുള്ളതായ ഒരു മനുഷ്യനായിരുന്നു തോബിയാവ്. എന്നാൽ അവൻ്റെ സാമാനങ്ങളെല്ലാം ആലയത്തിൽ നിന്നും വലിച്ചെടുത്ത് കളഞ്ഞ് ദൈവത്തിന് വേണ്ടി വളരെ വീറോടെ നിൽക്കുന്നതായ ഒരു മനുഷ്യനാകയാൽ ദൈവത്തോടാണ് തനിക്ക് കാര്യമുള്ളത്. ദൈവത്തോട് പറയുകയാണ് ഈ തൻ്റെ പ്രാർത്ഥന 14-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ദൈവമേ ഇത് ഏതുവായി, ഇത് എനിക്കായി ഓർക്കണമേ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനും അതിൻ്റെ ശുശ്രൂഷയ്ക്കും വേണ്ടി ചെയ്ത എൻ്റെ സൽപ്രവൃത്തികളെ മായ്ച്ചു കളയരുതേ എന്നാണ് തൻ്റെ പ്രാർത്ഥന നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ 13-ാമത്തെ വാക്യം നമ്മൾക്ക് കാണുന്നത് ഇങ്ങനെയാണ്. 30-ാമത്തെ വാക്യം ഇങ്ങനെ, ഞാൻ അന്യമായതൊക്കെ നീക്കി അവരെ ശുദ്ധീകരിക്കുകയും പുരോഹിതന്മാർക്കും ലേവ്യർക്കും ഓരോരുത്തരും താൻ്റെ വേലയിൽ ശുശ്രൂഷാക്രമവും നിശ്ചിത സമയങ്ങൾക്ക് വിറക് വഴിപാടും ആദ്യഫലവും നിയമിക്കുകയും ചെയ്തു. എൻ്റെ ദൈവമേ ഇത് എനിക്ക് നന്മയ്ക്കായി ഓർക്കണമേ. അപ്പോൾ നെഹമ്യാവിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ഈ യെരുശലേമിലെ ആലയത്തിനു വേണ്ടിയും മതിൽ പണിക്ക് വേണ്ടിയും ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനും ഒരു നല്ല ആരാധന നടക്കുവാനും നല്ല ഒരു ആരാധനാക്രമം നടത്തുവാനും വേണ്ടി വളരെ സംഭാവനകൾ ചെയ്തതായ ഒരു വ്യക്തിയാണ് ഈ നെഹമ്യാവ് എന്ന് പറയുന്നത്. നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ നിന്നും അനേക പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. ഇത് ഇത്രയും
13 അധ്യായങ്ങൾ ഉള്ളതായ ഒരു ബുക്കാണല്ലോ. അവരുടെ ചില വാക്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഓരോ വിഷയങ്ങളെടുത്ത് നമുക്ക് സംസാരിക്കുവാനായിട്ട് സാധിക്കും, മറ്റുള്ളതായ വിഷയങ്ങളെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട്. എന്നാൽ അങ്ങനെയുള്ളതായ ഒരു പഠനമല്ല ഇത് നമ്മൾ ഒരു ബൈബിൾ സർവേ എന്ന നിലയിൽ ഒരു ബുക്കിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുവാൻ വേണ്ടി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചതായ ഈ നെഹമ്യാവിൻ്റെ ചരിത്രം, താൻ ഒരു ലീഡറായിട്ട് ആയിത്തീരുവാൻ തക്കവണ്ണം കർത്താവ് അവനെ ഉപയോഗിച്ചു. അവന് പ്രാർത്ഥിച്ചു, അവൻ കരഞ്ഞു, അവൻ ഉപവസിച്ചു, ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ ആശ്രയിച്ചുകൊണ്ട് അതിൻ്റെ ലീഡേഴ്സിനെയും രാജാവിനെയൊക്കെ ചെന്ന് കണ്ടു. ധൈര്യത്തോടെ റിസ്ക് എടുത്തുകൊണ്ട് അവൻ മുൻപോട്ട് പോയി. രാത്രികാലങ്ങൾ തനിയെ കാര്യങ്ങളൊക്കെ വളരെ സ്റ്റഡി ചെയ്ത് പഠിച്ചു. അങ്ങനെ പഠിച്ചതിന് ശേഷമായിട്ട് ആൾക്കാരെയെല്ലാം അസൈൻ ചെയ്തു, ആൾക്കാരെയെല്ലാം തോളോട് തോൾ നിർത്തി. ഇങ്ങനെ ഒരു ലീഡർഷിപ്പാണ് നമ്മൾക്ക് ഇവിടെ ഈ പുസ്തകത്തിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളുടെ 29ാമത്തെ ലെസനാണ്. അടുത്ത ആഴ്ച നമ്മൾ 30ാമത്തെ ലെസൺ പഠിക്കും. നമ്മളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.